ഹലോ അസ്സലാമു അലൈക്കും ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. നമുക്കൊരു ബീഫ് ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 സവാള ഞാൻ കൊത്തി എറിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതായാലും കുഴപ്പമില്ല, അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്ക് അതിലാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിന് കുരുമുളക് പൊടിയാണ് മുന്തിച്ച് നമ്മൾ നിർത്തുന്നത്. ഇനി നമ്മളതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇടുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ബീഫ് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ച് വെച്ചതാണ്. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. അങ്ങനെ ഇപ്പോൾ ഇത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 1 കപ്പ് മൈദമാവിൽ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ച് ഇതുപോലെ പരത്തി ഒരു മൂടി വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് വെച്ച് ഇതൊരു ഹാഫ് മൂൺ ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ അരികെ പ്രസ് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ഇറച്ചിപ്പത്തിലും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചട്ടിയിലിട്ട് ഫ്രൈ ചെയ്യാണ്. നല്ല ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കത് ചട്ടിയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇറച്ചിപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. താങ്ക്